അസാപ്പിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗ്രാജുവേറ്റ് ഇൻറ്റേൺഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു വേക്കൻസി ഉണ്ട്. വിവിധ ഡിസ്ട്രിക്റ്റ് അടിസ്ഥാനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫീസോ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളിതാ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. കൂടെ കാണാം അസാപ്പ് കേരള റിക്രൂട്ട്മെന്റ് 2025. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഏറ്റവും താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലൂടെ ടേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാൻ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്താൽ നമുക്ക് അസാപ്പിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ നിലവിലെ വേക്കൻസി കാര്യങ്ങൾ ഓൾ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഇൻറ്റേൺഷിപ്പിലായാലും നമുക്ക് വേക്കൻസീസ് ഇവിടെ കാണിക്കും. ഗ്രാജുവേറ്റ് ഇൻറ്റേൺ LSGD ലൊക്കേഷൻ തിരുവനന്തപുരമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 20 കേട്ടോ. ഇനി ഗ്രാജുവേറ്റ് ഇൻറ്റേൺ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലുണ്ട്. ഇത് നിങ്ങൾക്ക് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ആൻഡ് കണ്ണൂരാണ് വേക്കൻസി. ദെൻ അടുത്തത് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ലൈഫ് മിഷനിലുണ്ട്, തിരുവനന്തപുരം വേക്കൻസിയാണ്. ദെൻ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ LSGD തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഉണ്ട്. പിന്നെ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ KLDC ഉണ്ട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആദ്യത്താണ് നമ്മൾ നോക്കുന്നത് LSGDൻ്റെ വ്യൂ ഇൻറ്റേൺഷിപ്പ് പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ LSGD എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് കേട്ടോ. അതിനാണ് നമ്മൾ LSGD എന്ന് പറയുക. ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ഡെസിഗ്നേഷൻ. ഇതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ഒന്നെങ്കിൽ BE ഓർ BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ പോളിടെക്നിക് ആയിട്ടുള്ള നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. BE ഓർ BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് BScയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് പോളിടെക്നിക്കോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ്. BC ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ്. തിരുവനന്തപുരമാണ് വേക്കൻസി. 10,000 പെർ മന്താണ് സ്റ്റൈപ്പൻഡ്. 1 ഇയർ ഡ്യൂറേഷനാണ് ട്രെയിനിങ് കൂടെ കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 20. ഇനി എന്താണ് LSGD എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വീണ്ടും നമ്മൾ പഴയ പേജിലേക്ക് തന്നെ പോകണം. ബാക്ക് അടിക്കുക. ഇനി അടുത്തത് നമ്മൾ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലാണ് നോക്കുന്നത്. വ്യൂ ഇൻറ്റേൺഷിപ്പ് പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് വന്നിരിക്കുന്നത് 10 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. MTech അല്ലെങ്കിൽ ME സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി BTechകാരാണെങ്കിൽ അവർക്ക് 15,000 പെർ മന്താണ് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുക. അതുപോലെ തന്നെ MTech ആണെങ്കിൽ അവർക്ക് 18,000. ഓക്കെ, ട്രെയിനി ആയിട്ടാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ലൊക്കേഷൻ തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കണ്ണൂരാണ്. 1 ഇയർ തന്നെയാണ്. 20 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ വീണ്ടും ബാക്കിലടിക്കണം. ഇനി അടുത്തത് ലൈഫ് മിഷനിലാണ്. അതിലെത്ര വേക്കൻസി ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 5 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, അതായത് നിങ്ങൾക്ക് BTech അല്ലാത്ത മറ്റേതെങ്കിലും ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. 5 വേക്കൻസിയാണുള്ളത്. 1 ഇയർ തിരുവനന്തപുരമായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും ലൊക്കേഷൻ കേട്ടോ. ഓക്കെ. ഇതിനടുത്തത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ലൈഫ് മിഷൻ പറഞ്ഞില്ല നമ്മൾ, സോറി. ഞാനത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. അതിൽ നമ്മൾ എവിടെയും ബ്രേക്ക് ചെയ്യുന്നില്ല, നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. ലൈഫ് മിഷൻ. ഇനി ഇവിടെ LSGD ആണ്. LSGDയിൽ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് നോക്കാം. ഇവിടെ 55 വേക്കൻസി കാണിക്കുന്നുണ്ട് കേട്ടോ. BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. തിരുവനന്തപുരം 4, കൊല്ലം 2, പത്തനംതിട്ട 2, ആലപ്പുഴ 3, കോട്ടയം 2, ഇടുക്കി 5, എറണാകുളം 5, തൃശ്ശൂർ 5, പാലക്കാട് 5, മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 5, കണ്ണൂർ 5, കാസർഗോഡ് 5. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ്. 1 ഇയർ ആണ് ഡ്യൂറേഷൻ വരിക. ഓക്കെ. ഇനി അടുത്തത് ബാക്ക് അടിക്കണം. LSGD കഴിഞ്ഞ് ഇനി KLDC. ഓക്കെ, ലാസ്റ്റ് വൺ. KLDCയിൽ നമ്മൾ 35 വേക്കൻസിയാണ്. ഇതിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് തിരുവനന്തപുരം 1 വേക്കൻസി, കൊല്ലം 2, പത്തനംതിട്ട 2, ആലപ്പുഴ 2, കോട്ടയം 2, ഇടുക്കി 1, എറണാകുളം 3, തൃശ്ശൂർ 11, പാലക്കാട് 2, മലപ്പുറം 3, കോഴിക്കോട് 1, വയനാട് 2, കണ്ണൂർ 1, കാസർഗോഡ് 2. ഇങ്ങനെയാണ് വേക്കൻസി. 12,000 പെർ മന്ത് നമുക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫെബ്രുവരി ആണ് ലാസ്റ്റ്, 20 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വേക്കൻസി ഡീറ്റെയിൽസ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ സെയിം പേജ് തന്നെ കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിച്ചാൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതാ ഇതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കുക.
ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എങ്കിലും ഞാൻ കൺഫ്യൂഷൻ അടിക്കുന്നില്ല, നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. അത് വ്യൂ ഇൻറ്റേൺഷിപ്പ് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വരും നിങ്ങൾക്ക് ലോഗിൻ ടു അപ്ലൈ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എന്താണ് ഗൂഗിൾ ID വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് മെയിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇമെയിൽ മാനുവലായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് പോയാൽ മതി. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് കണക്ട് ചെയ്ത് ചെയ്യാം, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കണക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്യുക. ഓൾറെഡി നമ്മൾ ലോഗിൻ ആണെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതവിടെ ഏറ്റവും ടോപ്പിൽ കണ്ടോ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ഗ്രേ കളറിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് ഏറ്റവും ടോപ്പ് ഇവിടെ നിങ്ങൾക്കൊരു ഗ്രേ കളറിൽ കാണാം അപ്ലൈ, അത് എനേബിൾ ആയി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ കട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് ഡ്യൂറേഷൻ വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക്